എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പപ്പായ ലീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് നാട്ടിൽ വളരെയധികം സുലഭമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, എങ്ങനെയുള്ള സ്കിന്നുകാരാണ് അത് ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ലീഫാണ്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പപ്പായ ലീഫിൽ നമുക്കതിൽ എ, സി, ഇ ഈ 3 കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അതായത് നമുക്ക് ഈ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, സൺ ടാൻ വരാറുണ്ട്, അതുപോലെ തന്നെ ഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കും. അപ്പോൾ അതിൽ നിന്നുള്ള ഒക്കെ രക്ഷ നേടാനായിട്ട് ഈ പാക്ക് ഇടയ്ക്കിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റനിങ് കൊണ്ടുവരും. യൂസ്ഫുൾ ആവുന്നത് അഗ്നെ മോക്കുരമുള്ളവർക്ക് അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഗ്നെ ഒത്തിരി കുറയ്ക്കും. ഇതിൻ്റെ ഒപ്പം പേര ലീഫ് അല്ലെങ്കിൽ നീം ലീഫ് ഇതൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ എ ഉള്ളതുകൊണ്ട് എക്സ്ഫോളിയേഷൻ, ഡെഡ് സ്കിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ മെലാസ്മ പോലെയുള്ള കരിമംഗല്യം അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഏത് ടൈപ്പിലുള്ള ഇലകളാണ് എടുക്കേണ്ടതെന്ന്, അതേപോലെ ഇതുപോലെ ഡെഡായിട്ടുള്ള ഇലകൾ, അതായത് ഭയങ്കര മെച്ചുറായിട്ടുള്ള ഇലകൾ എടുക്കരുത്. കാരണം അത് സ്കിന്നിന് ഇറിറ്റേഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും കുറയും. എന്നാൽ ഒരു ഭയങ്കര ബേബി ലീഫ് എന്ന് പറയില്ലേ, അതായത് ഇങ്ങനെ തളിര് പോലെ ഇരിക്കുന്ന ഇലകൾ എടുക്കരുത്. ഒരുവിധം ഇതുപോലെ കുറച്ചൊക്കെ മെച്ചുറായിട്ടുള്ള ഇലകൾ എടുക്കാം. ഇതുപോലത്തെയുള്ള ഇലകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രഷ് ലീഫ് എടുത്തിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ഉണക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ മിക്ക പാക്കുകളിലും, ഫേസ് പാക്കുകളിൽ, ഇപ്പോൾ ഫേസ് വാഷൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ, അതുപോലെ ഹെയർ ഷാമ്പൂവിൽ ഒക്കെ, ഷാമ്പൂ പൗഡറിൽ ഒക്കെ ഈ ഡ്രൈഡ് ആയിട്ടുള്ള ലീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഈ സെൻട്രലിലുള്ള വെയിൻ പോലെയുള്ള ആ സാധനം ഉണ്ടല്ലോ, അത് കളയണം. ലീഫ് മാത്രം ഉണക്കിയിട്ട് ലീഫ് മാത്രം എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഫേസിൽ ഫ്രഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് അതിലേക്ക് അലോവേറ ജെല്ലോ, ഹണി, തൈര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സ്കിന്നിന് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കോൾഡ് വാട്ടറിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാൻ നമുക്ക് ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിൾ ഗ്ലിസറിനിൽ വെച്ചിട്ട് ഫ്രഷ് ഇലയിൽ നിന്ന് ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഉണക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റാക്കിയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഷാമ്പൂവിലോ ഫേസ് ക്ലൻസേഴ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്തെടുക്കാം, അതായത് കോക്കനട്ട് ഓയിൽ. അധികം ഹീറ്റ് സെൻസിറ്റീവ് അല്ലാത്ത ഓയിൽ എടുത്തിട്ട് അത് ഈ ഉണക്കിയത് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഓയിലിട്ട് കൊടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നമുക്കത് ഇൻഫ്യൂസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലകൾ ഉണക്കിയെടുക്കുമ്പോൾ എപ്പോഴും തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് നഷ്ടപ്പെട്ടു പോകും. അതായത് ഏതൊരു സാധനങ്ങളും നമ്മൾ തണലത്ത് ഉണക്കിയെടുക്കാനായിട്ട് നോക്കണം. അതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോഴും ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യാറില്ല. പിന്നെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. പക്ഷേ അത്രയും 100% ഇഫക്റ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എപ്പോഴും പപ്പായ ലീഫ് വെള്ളത്തിലിടുന്നതിനേക്കാൾ നല്ലത് വേറെ എന്തിൻ്റെങ്കിലും കൂടെ ഒന്നെങ്കിൽ വേറെ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര്, ഹണി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണം ആഡ് ചെയ്ത് കൊടുത്ത് ചെയ്യാനായിട്ട്. കാരണം ഇത് അലർജി കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് വേണം. ഇയറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ കൈമയോ നെക്കിലോ എവിടെയെങ്കിലും പുരട്ടി എപ്പോഴും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.